Generic strategic framework. Next approach ആണ് generic strategy framework. മൈക്കിൾ ഫോർട്ടർ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു അപ്രോച്ചാണ് ജനറിക് സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക്. അതിൽ 3 ജനറിക് സ്ട്രാറ്റജീസ് ആണുള്ളത്. അപ്രോപ്രിയേറ്റ് ഫോർ ഗിവൺ ബിസിനസ്. ഒരു ബിസിനസ്സിന് 3 ജനറിക് സ്ട്രാറ്റജീസ് ആണുള്ളത്. ഫസ്റ്റ്, കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി. എ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി റിക്വയർസ് എ കമ്പനി ടു സെറ്റ് ഔട്ട് ദ ഒബ്ജക്റ്റീവ് ഓഫ് ബീയിങ് ലോവസ്റ്റ് കോസ്റ്റ് പ്രൊഡ്യൂസർ ഇൻ ദ ഇൻഡസ്ട്രി. ആ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിന് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയാണ്. അതായത് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ, അതായത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുകയും ഇവർ കുറഞ്ഞ റേറ്റിന് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അത് അങ്ങനെ പ്രൊഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രീസാണ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ചൈനയുടെ പ്രൊഡക്റ്റുകളൊക്കെ ലീസ്റ്റ് കോസ്റ്റ് പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അവിടെ അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയാണ്. ലീസ്റ്റ് കോസ്റ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. ഇത് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ഫേം സെക്സ് ടു ഡിഫറെൻറ്റ് വിത്തിൻ ദ ഇൻഡസ്ട്രി ഇൻ ഓപ്പറേറ്റിംഗ് ബീങ് യുണീക്ക് സം ഡയമെൻഷൻസ് ഓർ സെറ്റ് ഡയമെൻഷൻസ് വാല്യൂ ഓഫ് ബയേഴ്സ്. അതായത് ഇവരുടെ പ്രൊഡക്റ്റ് ഒരു യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. അതായത് ഇതേപോലത്തെയുള്ള മറ്റു കമ്പനികളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും ഇവർക്ക്. അതാണ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ജനറൽ സ്ട്രാറ്റജിയിൽ പറയുന്ന അടുത്ത ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയാണ് ഡിഫറൻസിയേഷൻ. ഇവർ പ്രൊഡക്റ്റുകൾ മറ്റുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റുകളിൽ നിന്ന് ഡിഫറൻസായി യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇവരുടെ പ്രൊഡക്റ്റിന് ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആപ്പിൾ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ന് മറ്റുള്ള പല ടൈപ്പ് ഓഫ് കമ്പനികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിൽ ആപ്പിളിൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ ഐഫോൺ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അതിനുണ്ട്. അതായത് അവിടെ കോസ്റ്റ് ലീഡർഷിപ്പ് അല്ല, ലോ കോസ്റ്റ് അല്ല അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, യുണീക്ക് ആയിട്ടുള്ള അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി ഫോക്കസ് സ്ട്രാറ്റജി. ഫോക്കസ് സ്ട്രാറ്റജി ഇൻവോൾവ് കോൺസെൻട്രേറ്റിംഗ് പെർട്ടിക്കുലർ ബയർ ഗ്രൂപ്പ്. ഇവർ ഒരു പെർട്ടിക്കുലർ ബയർ ഗ്രൂപ്പിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, അത് ജോഗ്രഫിക്കൽ ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ സെഗ്മെൻ്റ് ആയിരിക്കാം, ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓർ ഗ്രൂപ്പ് ഓഫ് സെഗ്മെൻറ്റ് ഓഫ് ദ കമ്പനി അറ്റംപ്റ്റ്സ് ടു ടൈലർ ദ സ്ട്രാറ്റജി. ആ സെഗ്മെൻറ്റിന് മാത്രമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബേബീസ് പ്രൊഡക്റ്റുകൾ, കുട്ടികളുടെ പ്രൊഡക്റ്റുകൾ, അതായത് ന്യൂ ബോൺ ബേബീസിനും അതുപോലെ തന്നെ ഒരു 2 years വരെയുള്ള കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അവർ വേറെ പ്രൊഡക്റ്റുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അത് ആ നിച്ച് സെഗ്മെൻറ്റ്, ആ സ്മോൾ ഏരിയസിലുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതാണ് ഫോക്കസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതാണ് ജനറിക് സ്ട്രാറ്റജി ഫ്രെയിംവർക്ക് ഓഫ് പോർട്ടർ എന്ന് പറയുന്നത്. 3 ജനറിക് സ്ട്രാറ്റജീസ്. ഓക്കെ.